അങ്ങനെ എല്ലാവരും കാത്തിരുന്ന റിയൽമിയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്, റിയൽമി 12X 5G. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 12,000 റേഞ്ചിലാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കാം. 6.72 ഇഞ്ചസിന്റെ ഫുൾ HD+ IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാം ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന വേറൊരു ഫീച്ചർ ആണ് എയർ ക്ലസ്റ്റേഴ്സ്. അതുപോലെ വേറൊരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത് മിനി ക്യാപ്സ്യൂൾ, അതായത് iPhone 14 സീരീസ് 15 സീരീസിലൊക്കെ ഉള്ളതുപോലെ ഡൈനാമിക് ഐലൻഡ് ആ സെയിം സംഭവം തന്നെയാണ് ഇപ്പോൾ ആൻഡ്രോയിലും റിയൽമി കൊടുക്കുന്നത്. അതായത് റിയൽമി ഫോൺസിൽ കൊടുക്കുന്നുണ്ട് മിനി ക്യാപ്സ്യൂൾ ആയിട്ട്. അതായത് ഡൈനാമിക് ഐലൻഡ് തന്നെ റിയൽമി ഫോണിൽ വരുമ്പോൾ അത് മിനി ക്യാപ്സ്യൂൾ, ഏകദേശം സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് അതിൽ വരുന്നത്. സംഭവം സെയിം തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. അതുപോലെ ട്യൂലൈറ്റ് പർപ്പിൾ, വുഡ്ലാൻഡ് ഗ്രീൻ എന്ന 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ LPDDR4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 4GB 120GB, 6GB 120GB, 8GB 120GB എന്ന 3 വേരിയൻസിലാണ് സ്റ്റോറേജ് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൽ വെർച്വൽ റാം എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെമ്മറി കാർഡ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. MediaTek Dimensity 6100+ എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 years OS അപ്ഡേറ്റും 3 years സെക്യൂരിറ്റി അപ്ഡേറ്റും കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പ്രോസസറും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. MediaTek Dimensity 6100+ എന്ന് പറയുന്ന പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പ്രോസസറാണ്. 12,000 പ്രൈസ് റേഞ്ചിൽ ഇത് ഓക്കെയാണ്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചർ വരുന്ന ഒരു മെയിൻ ക്യാമറ സെൻസറും 2 മെഗാപിക്സലിന്റെ f2.4 അപ്പർച്ചർ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫി ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിന്റെ 2.0 അപ്പർച്ചർ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB 120GB പ്രൈസ് വരുന്നത് 11,999 ആണ്. അതുപോലെ 6GB 120GB പ്രൈസ് വരുന്നത് 13,499 ആണ്. അതുപോലെ 8GB 120GB പ്രൈസ് വരുന്നത് 14,999 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഫോണാണ് റിയൽമി 12X 5G എന്ന് പറയുന്നത്. ഒരു 15,000 താഴെ ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് റിയൽമി 12X 5G. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ഫോണാണ്.